അമേരിക്കയിലെ ഭാഗിക അടച്ചുപൂട്ടൽ രണ്ടാം ദിവസത്തിലേക്ക് കടന്നു. സർക്കാർ ജീവനക്കാരുടെ കൂട്ട പിരിച്ചുവിടൽ നാളെ തുടങ്ങുമെന്ന് വൈറ്റ് ഹൗസ് അറിയിക്കുന്നു. ഡെമോക്രാറ്റ് സംസ്ഥാനങ്ങളുടെ പദ്ധതികൾ ട്രംപ് ഭരണകൂടം മരവിപ്പിച്ചു. സാധാരണ ജനങ്ങളുടെ പദ്ധതികൾ വെച്ച് വിലപേശരുതെന്ന് ട്രംപിനോട് ന്യൂയോർക്കിലെ മുതിർന്ന ഡെമോക്രാറ്റ് നേതാക്കൾ ആവശ്യപ്പെട്ടു. The reason your government is shut down at this very minute is because the Chuck Schumer AOC wing of the Democratic Party shut down the government because they said to us, we will open the government, but only if you give billions of dollars of funding for health care for illegal aliens. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര വിവരങ്ങളും വായിച്ചിരുന്നു. മധു, ഇത് ഈ അടുത്ത കാലത്തൊന്നും അമേരിക്ക നേരിട്ടിട്ടില്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ട്രംപിന് തടയിടുക എന്നതാണോ ഈ ഡെമോക്രാറ്റുകൾ ഇതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്? സെനറ്റിൽ അവർ നടത്തിയ ഈ നീക്കം ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ്. നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന പോലെ ബില്ലുകൾ പാസ്സാക്കാനുള്ളത്. അതായത് ഏതാണ്ട് അമേരിക്കയുടെ സാമ്പത്തിക വർഷം ഒക്ടോബർ 1 തുടങ്ങി സെപ്റ്റംബർ 30 അവസാനിക്കുന്നതിനിടയിലുള്ള 12 പ്രധാന ബില്ലുകളൊക്കെ പാസ്സാക്കാനുണ്ട്. ഇപ്പോൾ 1981 ശേഷം ഈ 15ാമത്തെ ഗവൺമെന്റ് ഷട്ട് ഡൗൺ ആണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ ദിനം അവസാനിക്കാറായി. ഏതാണ്ട് 7.5 ലക്ഷം ഫെഡറൽ ജീവനക്കാരോട് ജോലിക്ക് വരണ്ട എന്ന് പറയുമ്പോൾ ഈ അർദ്ധസൈനികരും അതുപോലെ തന്നെ അവശ്യ മേഖലകളിൽ ജോലി ചെയ്യുന്നവരും ഒക്കെ ശമ്പളമില്ലാതെ തൊഴിലെടുക്കേണ്ടിയ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്ന് പതിവില്ലാതെ വൈറ്റ് ഹൗസ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാനായി സാക്ഷാൽ വൈസ് പ്രസിഡന്റ് JD വാൻസ് തന്നെയാണ് എത്തിയത്. അദ്ദേഹം പറയുന്നത് കുറച്ച് ദിവസം കൂടെ ഇത് നീണ്ടു നിന്നാൽ കൂടുതൽ ആൾക്കാരെ പിരിച്ചുവിടേണ്ട ഒരു സാഹചര്യം ഉടലെടുക്കും. നേരത്തെ 3 ലക്ഷം പേരെ പുറത്താക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ ഒരു തീരുമാനമുണ്ട്. അതിന് പുറമെയാണ് ഇപ്പോൾ ഇത് വരുന്നത്. ഈ മുമ്പത്തെ അടച്ചുപൂട്ടലുകളൊന്നും ഇങ്ങനത്തെ പിരിച്ചുവിടലുകൾക്ക് കാരണമായിട്ടുണ്ടായിരുന്നില്ല. ഇതിനെ പ്രധാനമായിട്ട് ഈ ആരോഗ്യ മേഖലയിൽ ഒബാമ കെയർ ഉൾപ്പെടെയുള്ള സബ്സിഡികൾ നിലനിർത്തുന്ന കാര്യത്തിലാണ് ഈ ഇരു പാർട്ടികളും തമ്മിലുള്ള ഈ കടുംപിടുത്തം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വേണ്ട എന്നാണ് JD വാൻസ് ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയുന്നത്. അതായത് അനധികൃത കുടിയേറ്റക്കാർക്ക് മെഡിക്കൽ കെയർ കൊടുക്കണ്ട എന്നുള്ള കർശന നിലപാടിലാണ് അവർ നിൽക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കട്ട് ചെയ്യരുത് എന്നാണ് ഡെമോക്രാറ്റിക് നേതാക്കൾ പറയുന്നത്. തിരിച്ചടികൾ ഡെമോക്രാറ്റ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വൻ പദ്ധതികളെല്ലാം ഫ്രീസ് ചെയ്യുന്ന നടപടികളിലേക്ക് ട്രംപ് ഭരണകൂടം കടന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് ന്യൂയോർക്കിലെ ഏറ്റവും വലിയ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ട്രാൻസിറ്റ് അതോറിറ്റിക്ക് 18 ബില്യന്റെ 2 പ്രോജക്റ്റുകൾ സെക്കൻഡ് അവന്യൂ സബ്വേയും അതുപോലെ ഹഡ്സൺ റിവർ ടണലും ഇതിനൊക്കെ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വാഷിംഗ്ടണിൽ നിന്നുള്ള സെനറ്റർമാരെല്ലാം അവരുടെ മണ്ഡലങ്ങളിലേക്ക് പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു കണക്കൂട്ടൽ അനുസരിച്ച് വെള്ളിയാഴ്ച വരെയെങ്കിലും ഇതിന് ഒരു പരിഹാരം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. എസ്കെൻ റെഡി ആണെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വൈറ്റ് ഹൗസിലേക്ക് ഒന്ന് വിളിച്ചു നോക്കാം. ഞാൻ റെഡിയാ. ഫോൺ എനിക്കൂടെ തന്നാൽ ഞാനും കൂടെ ഒന്ന് വൈറ്റ് ഹൗസിൽ പ്രസിഡന്റിനോട് സംസാരിക്കാം. Hello, America. This is White House Press Secretary Caroline Leavitt. Democrats in Congress have shut down the federal government because they care more about funding health care for illegal immigrants than they care about serving you, the American people. Until Democrats vote for the clean, Republican-backed continuing resolution to reopen the government, the White House is unable to answer your call or respond to your questions. We look forward to കോൾ എടുക്കാൻ ആളില്ലെന്നാണോ മനസ്സിലായിരിക്കുന്നത്? പറയൂ വിവരങ്ങൾ. വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറിയുടെ ഒരു ഓട്ടോമേറ്റഡ് മെസ്സേജ് ആണ് ഷട്ട് ഡൗണിനെ പറ്റി പറഞ്ഞിരിക്കുകയാണ്. നന്നായിട്ട് ഡെമോക്രാറ്റിക് പാർട്ടിയെ വഴക്ക് പറഞ്ഞുകൊണ്ടുള്ള ഒരു മെസ്സേജാണ്. അതിന് വൈകാതെ പരിഹാരം കണ്ടെത്തുന്ന വരെ ക്ഷമയോടെ കാത്തിരിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അത്തരത്തിൽ ക്ഷമയോടെ കാത്തിരിക്കാം. വരും ദിവസങ്ങളിൽ ഇതിനൊരു പരിഹാരമുണ്ടാകും. മധു, സാധാരണഗതിയിൽ ഒരു ടെലിവിഷൻ അവതാരകൻ കൂടിയായിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് എല്ലാ ദിവസവും രാവിലെ നമുക്ക് വാർത്തയിൽ ചേർക്കാൻ വേണ്ടി എന്തെങ്കിലും സാധനം ഇട്ടു തരുന്ന ഇന്ന് അദ്ദേഹത്തിന്റെ സംഭാവനയൊന്നും കിട്ടിയില്ലേ? ഇന്നത്തെ സംഭാവന അദ്ദേഹം JD വാൻസിനെ മുമ്പോട്ട് നിർത്തിയിരിക്കുകയാണ്. ഇതൊക്കെ മറുപടി പറഞ്ഞ് ഒരുപക്ഷെ പ്രാക്ടീസ് ചെയ്യാനായിരിക്കും. അവിടെയും ഓർക്കണം, അദ്ദേഹത്തിന്റെ ഭാര്യ ഇന്ത്യൻ വംശജയായ ഉഷയാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് JD വാൻസ് വന്നാലും അതൊരു നല്ല കാര്യമായിട്ട് വേണേൽ കരുതാം. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര. അമേരിക്കയിൽ നിന്നാണ് മധു നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.